രഞ്ജിത. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിന്ന് ഈ പുതിയ വീഡിയോ ആയിട്ട് വന്നതിനൊരു പ്രത്യേക കാരണമുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയട്ടെ, നിങ്ങൾ ആരും ഒരു കാരണവശാലും പേടിക്കരുത് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ, ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്, ഞങ്ങളുടെ ഈ ഭാഗത്തൊരു കടുവ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കടുവയെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. സത്യം പറയാനോ, ആരും പേടിക്കരുത്. കുഞ്ഞു കുട്ടികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആരും പേടിക്കരുത് കേട്ടോ. അപ്പോൾ നോക്കിക്കോ, ദേ അവനിവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് ഗായ്സ്. ഇതാണ് ഞങ്ങളുടെ കടുവ ഗായ്സ്. അയ്യോ, അവനെന്നെ കണ്ടു ഗായ്സ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കടുവ. എങ്ങനെയുണ്ട്? ഒറിജിനലിനെ പോലെ തോന്നിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ കടുവയുടെ കണ്ണ് കണ്ടു ഗൈസ്. അതുപോലെ കടുവയുടെ മീശ, മൂക്ക്. എൻ്റെ പൊന്നോ, ഒറിജിനലിനെ വെല്ലുന്ന കടുവ അല്ലേ? കടിക്കോ? കൈയിട്ട് നോക്കാം ഗൈസ്. കണ്ടോ നമ്മുടെ കടുവച്ചാരുടെ മൊത്തത്തിൽ ഔട്ട്ലുക്ക് ഇതാണ്. താഴെ ഒരു നമ്മുടെ സ്റ്റീലിൻ്റെ അത് വെച്ചിട്ട് ഉറപ്പിച്ചതാണ്. അപ്പം അച്ഛൻ്റെ അമ്പലത്തിലെ പരിപാടി അവരൊരു വേഷം കിട്ടുന്നുണ്ടായിരുന്നു. അയ്യപ്പൻ്റെ വേഷമായിരുന്നു അച്ഛൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ കീശ്ശേരി അയ്യപ്പ ക്ഷേത്രത്തിൽ. അപ്പോൾ കടുവപ്പുറത്തുള്ള പുലിപ്പുറത്തുള്ള അയ്യപ്പനായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ശശിയേട്ടൻ എന്ന് പറയുന്ന ഏട്ടൻ ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. സംഭവം ഒരുപാട് പേര് ഇത് കണ്ടിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വീടിന് മുന്നിലാണ് വെച്ചത്. നമ്മൾ ഈ വണ്ടി കൊണ്ട് പെട്ടെന്ന് ഇരുട്ടത്ത് വരുമ്പോൾ ലൈറ്റ് അടിക്കുമ്പോഴേ ഇതിന് മുഖത്തേക്കാണ് നേരെ ലൈറ്റ് അടിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കടുവ. ഞാൻ പറഞ്ഞ ഞങ്ങളുടെ നാട്ടിലിറങ്ങിയ കടുവ ഗൈസ്. ആ കടുവയ്ക്ക് ഒരു വണ്ടിയുടെ ബാക്കിൽ ടാബ്ലോ ആയിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ബാക്കിൽ വെക്കാനുള്ളൊരു വാളായിരുന്നു കേട്ടോ അത്. അതിൻ്റെ സെൻറ്ററിലായിരുന്നു നമ്മുടെ ഈ കടുവച്ചാരയെ വെച്ചിട്ടുണ്ടായിരുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ഉണ്ടാക്കുന്നത് ഞാനാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, അങ്ങനെ എൻ്റെ സ്വപ്നം സഫലമായിരിക്കുകയാണ്. ഞാനും ഒരു കടുവയുടെ പുറത്ത് കയറി. ഞാനും കടുവയുടെ പുറത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പുറത്തൊരു 2 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഞാനത് ചെയർ വെച്ചാണ് കയറിയത്, കാരണം അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. ആഹാ, എന്തായാലും എൻ്റെ ഒക്കെ ഒരു ഭാഗ്യം. പുലിപ്പുറത്തൊക്കെ കയറി. ഈശ്വര, അപ്പോൾ ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുക്കട്ടെ. പിടിച്ചാരേ ഒന്ന് ചിരിക്കടോ. അച്ഛൻ പറഞ്ഞാൽ അത് കണ്ടാൽ എന്നെ കൊല്ലും ഗൈസ്. അപ്പം അച്ഛൻ എടുത്തത് ശശിയേട്ടനാണ്. അപ്പോൾ ഇതിലൊരു 2 ആൾക്കൊക്കെ ഇരിക്കാൻ ഗൈസ് എന്ന് തോന്നുന്നു ഗൈസ്. ഇത്രയും സ്പേസ് ബാക്കിയാണ് ഞാനിരുന്നിട്ട്. ഇത്രയും സ്പേസ് ബാക്കി. ഈ പുലിയുടെ ബോഡി ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ തെർമോക്കോളാണ് കേട്ടോ. തെർമോക്കോളും റഫിൻ്റെ ഷീറ്റോ അങ്ങനെ എന്തോ ഒരു സാധനമൊക്കെ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നത് ഈ പെയിൻറ്റ് മുഴുവൻ ചെയ്തിട്ടുള്ളത് ശശിയേട്ടൻ ഇവരുടെ സ്പ്രേ പെയിൻറ്റ് പോലത്തെ സാധനം വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ട് എന്താ ഒറിജിനാലിറ്റി നോക്കിക്കേ. കറക്റ്റ് ആ മടമ്പിൻ്റെ ബാക്കിലുള്ള സാധനവും എല്ലാം ഉണ്ട്. കാലും കണ്ടോ, വാലൊക്കെ നോക്കിക്കേ. അപ്പോൾ 2-3 ദിവസമായി ഞാൻ വിചാരിക്കുന്നു നമ്മുടെ പുലിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണം എന്നുള്ളത്. പുലിയെ ഞാൻ പരിചയപ്പെടുത്തി തന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് അച്ഛൻ്റെ പുലിപ്പുറത്തുള്ള അച്ഛൻ്റെ ഫോട്ടോയും അതുപോലെ ഉണ്ടാക്കിയിട്ടുള്ള ശശിയേട്ടൻ്റെ ഫോട്ടോയും നമ്മുടെ വീഡിയോയിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കടുവ.